ராசாத்தி உன்னே காணாத நெஞ்சு காத்தாடி போலாடுது. കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ്ടും ഒരാൾ കൊല്ലപ്പെട്ടു. ഓ, അതപ്പോ എത്ര വലിയ വാർത്ത. എന്നാണ് ഇവിടെ ഓരോരുത്തർ കൊല്ലാത്തത്? എന്താ അവസ്ഥ? அதோட சூப்பர் நியூஸ் இருக்கு. வீடுகளுக்கு மின் கட்டணம் உயர்வில்லை. അപ്പോ കറണ്ടില്ലാത്ത അത്ര വീടിന്റെ അവർക്ക്. ഓ, അതും ശരിയാണ്. ഞാനിപ്പോ അവിടെ നിന്നോട്ട് വരുമ്പോഴേ അങ്ങാടിന്റെ തൊട്ടടുത്ത് 3 ആനയാണ് റോഡിൽ നിൽക്കുന്നത്. 3 എണ്ണം വന്ന് നമ്മളിപ്പോ കാട്ടിക്കൊണ്ടിരുന്നുണ്ട്. അതാ മോൻ വരുന്നുണ്ടല്ലോ. ആ, ഓന് എന്തെങ്കിലും കുത്തുകണായിട്ട് വരുന്നുണ്ടോ? കാര്യം പറയാനുള്ളത് പിന്നെ നാളെ കട തുറക്കണ്ട. നാളെ ഈ കട പൊളിക്കാൻ പോവാണ്. പൊളിച്ചിട്ട് നമുക്ക് ഉഷാറാക്കാൻ പോവാണ്. എന്തിന്റെ കട കുട്ടി? എനക്ക് ഞാൻ 10 കൊല്ലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കടയാണതേ. അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാലം മാറുമ്പോ നമ്മളോട് മാറണം. ഈ ഒരു കട കൊണ്ടാണ് ഇപ്പൊ ഇത്രയും വലുപ്പത്തിൽ ഈ വന്ന് വർത്താനം പറയാനായത്. ഈ ഒരു കടയാണ് എനിക്ക് ഇത്ര വലുപ്പമില്ലാത്ത. അത് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നാളെ ഇത് പൊളിക്കുകയാണ്. നിങ്ങൾ എന്ത് കരുതിയാലും വേണ്ടില്ല. ഹോട്ടല് പൂട്ടണമെന്ന്. പൂട്ടിയേ? ആ, ഇതൊക്കെ പാടെ തച്ചു പൊളിച്ചുപടെ എന്തൊക്കെ വലിയ ബിൽഡിംഗ് ഉണ്ടാക്കി വലിയ ഹോട്ടലാക്കാന്നൊക്കെ പറയണ ചങ്ങ. അതെന്തിനാ? ഈ കാലഘട്ടത്തിൽ പറ്റിയ ഹോട്ടലല്ലോ അല്ലത്. എന്താ പോനോട് പറയാം. காலையில இங்க வந்த பேப்பர் படிச்சு டீ சாப்பிட்டு ஃப்ரெண்ட்ஸோட பேசிட்டு போகலாம். இங்க வரும். அதுவும் பச்சா. എന്നാ ശരി കേട്ടോ. ഉഷാറല്ലേ? അപ്പൊ ഞാന് കിച്ചണിൽ പോയിട്ട് ഞാന് ഇവിടെ വേണ്ടേ? വേണ്ട. കുറെ വീപ്പുകൾ വരുന്ന സ്ഥലമാണ്. നിങ്ങൾ ഇനി ഒരു പണിയെടുക്കണം. നിങ്ങൾ വീട്ടിൽ പോയിരുന്നോളെ. പറഞ്ഞ കേക്ക് നിങ്ങൾ വീട്ടിൽ പോയി വിടുന്നു. ഒന്നുമില്ല, മക്കള് തോളവുമാണ് ഒരുവിധ അച്ഛന്മാരൊക്കെ അവസ്ഥ. ഞാൻ പോവാ. ഇനിയിപ്പോ അവനായില്ലേ ചേട്ടാ. എന്താ കടയിൽക്കൊന്നും കാണുന്നില്ലല്ലോ? ഒരു ചായ പിടിക്കാൻ മാത്രമല്ല ഞങ്ങൾ ആ കടയിലേക്ക് വന്നിരുന്നത്. അവിടെ ചായയുടെ കൂടെ സ്നേഹം തരുന്ന ഒരാളുണ്ടായിരുന്നു, ഇതിൻ്റെ അച്ഛൻ. ആ ചായക്ക് അതുകൊണ്ട് തന്നെ ഇരട്ടി മധുരമായിരുന്നു. അന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെ ചായയുടെ കൂടെ സ്നേഹം തരുന്ന ഒരാളുണ്ടായിരുന്നു, ഇതിൻ്റെ അച്ഛൻ. ആ ചായക്ക് ഇരട്ടി മധുരമായിരുന്നു. ആ സ്നേഹം മധുരവും ഒരു ഹോട്ടലിൽ ഒടുക്കുന്ന ചായക്ക് കിട്ടില്ല.